നമസ്കാരം. രണ്ടാഴ്ചയിലേറെയായി ലോകത്തിന്റെ കണ്ണ് ഇറാനിലേക്കാണ് നമുക്കറിയാം. പണപ്പെരുപ്പവും അതുപോലെ അവിടെ ഉണ്ടാകുന്ന പല മാറ്റങ്ങളുമാണ് നമ്മൾ അവിടെ കാണുന്നത്. എടുത്തു പറയുന്നത് ഈ പണപ്പെരുപ്പം പോലെയുള്ള ഭക്ഷ്യ വില വർധനയും കറൻസി മൂല്യ തകർച്ചയും ഒക്കെയാണ്. ഇവ കാരണം തന്നെ ചൂണ്ടിക്കാട്ടി ആരംഭിച്ച പ്രതിഷേധം നിലവിൽ ഭരണമാറ്റ ആവശ്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. 2025 ഡിസംബറിൽ ബഹുജന പ്രക്ഷോഭമായി വ്യാപിച്ച പ്രതിഷേധത്തിനെതിരായ നടപടിയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭകർക്ക് പരസ്യ പിന്തുണയുമായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധം തുടരാൻ ആവശ്യപ്പെടുകയും ഇറാനിൽ സൈനിക നടപടിയൊരുക്കുകയും ഭീഷണി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറണമെന്നും US സഹായം ഉണ്ടാകുമെന്നും ട്രംപ് പ്രക്ഷോഭകർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പങ്കുണ്ടെങ്കിലും അവരെ ചലിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി ആര് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഏറ്റവും കൂടുതൽ അവർ പുറപ്പെടുവിക്കുന്നത്. രണ്ടു പേരുകൾ തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്. അതിലേതാണ് എന്നുള്ള ഉത്തരം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. രണ്ടു പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രായേലും തന്നെയാണ്. ഇവരിൽ ആരാണ് യഥാർത്ഥമായി തന്നെ ശത്രുവായി മാറുന്നത്? ഇറാനിൽ ഭരണമാറ്റം ഇരു ശക്തികൾക്കും ആവശ്യമാണെന്നിരിക്കെ ആരാണ് പ്രക്ഷോഭത്തിന് പിന്നിൽ എന്നത് നമ്മൾ പരിശോധിച്ചു തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇറാൻ ചില കാര്യങ്ങൾ മുൻനിർത്തുന്നുണ്ട്. രാജ്യത്ത് പടർന്നിരിക്കുന്ന അശാന്തിക്കും പ്രശ്നങ്ങൾക്കും പിന്നിൽ വിദേശ രാജ്യങ്ങളാണെന്ന് ഇറാൻ ഭരണകൂടം പറയുന്നുണ്ട്. അത് മറ്റാരുമല്ലെന്നും അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ജൂൺ 12 ദിവസം ഈ രാജ്യത്തെ ആക്രമിച്ച അതേ ആളുകൾ ഇപ്പോൾ സാമ്പത്തിക ചർച്ചയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായി IAIBയിൽ സംസാരിക്കവേ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ തങ്ങളുടെ രാജ്യത്തിനകത്ത് നിരവധി പേരെ പരിശീലിപ്പിച്ചു, പുറത്തുനിന്ന് തീവ്രവാദികളെയും കൊണ്ടുവന്നു. അവരാണ് വടക്കൻ നഗരമായ റഷ്ദിൽ തന്നെ മാർക്കറ്റുകൾ ആക്രമിച്ചതും പള്ളികൾ തീയിട്ടതും. പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. ഇറാനിലെ പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്ന വിദേശ ഇടപെടൽ ദിനം പ്രതി കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി പെസഷ്കിയാന്റെ പ്രതികരണത്തിൽ നമുക്കറിയാം. ആരോപണം ശരിവയ്ക്കുന്ന US പ്രതികരണം ഇടപെടൽ മറ്റൊരു രാജ്യത്തെ നേരിടുന്നുള്ള സൈനിക ഇടപെടൽ നടത്തുകയും അവരെ തകർക്കുകയും ചെയ്യുന്ന അധിനിവേശ ആക്രമണത്തിന് പേരുകേട്ടവരാണ് അമേരിക്ക. ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ ഉദാഹരണമാണ്. എന്നാൽ അടുത്തിടെ വെനസ്വേലയിൽ നടത്തിയതുപോലുള്ള സൈനിക ആക്രമണത്തിലൂടെ തന്നെ നോക്കിയാൽ പ്രസിഡന്റിനെ അടക്കം തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന രീതിയാണ് ഉദ്ദേശിച്ചതെങ്കിലും പെട്ടെന്ന് ഉയർന്നു വന്ന പല പ്രതിഷേധം മുതലെടുത്ത് അതിന് സഹായവും പിന്തുണയും നൽകി ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാനുള്ള നീക്കം നടത്താനാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്ന നിലപാട് വ്യക്തമാണ്.